അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സത്യവിശ്വാസികളെ, നന്മ തിന്മകളുടെ വിഷയത്തിൽ ഒരു സത്യവിശ്വാസിയുടെ നിലപാട് എന്തായിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് റസൂൽ പറഞ്ഞില്ലേ, മാ നഹീതുകും അൻഹു ഫജ്തനിബൂഹു വമാ അമർതുകും ബിഹി ഫഫ്അലൂ മിൻഹു മാസ്തതഅതും. അതാണ് റസൂൽ പറയണേ, ഞാൻ നിങ്ങളോട് വിരോധിച്ചത് മുഴുവനും നിങ്ങൾ കൈയൊഴിയുക, പരിപൂർണമായിട്ടും ഹറാമുകളൊക്കെ നമ്മൾ ഒഴിവാക്കുക. എൻ്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മയുടെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു, നിങ്ങളോട് ഞാൻ കൽപ്പിച്ച കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങൾ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, എല്ലാ നന്മയും ഒരാൾക്ക് ചെയ്യാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ നന്മകളെല്ലാം കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ തിന്മയുടെ വിഷയം അങ്ങനെയല്ല. തിന്മ നമുക്ക് എല്ലാവർക്കും പരിപൂർണമായിട്ടും ഒഴിവാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ രണ്ടാമതായി മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ തിന്മകളൊക്കെ പരിപൂർണമായിട്ടും ഒഴിവാക്കണം എന്നുള്ളത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത കുറച്ച് തിന്മകളുണ്ട്. ആ തിന്മകളിലെ ഏതാനും 2 കാര്യങ്ങൾ മാത്രം ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ തുടർന്ന് ഓരോന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത തിന്മ എന്താണെന്നറിയാം? ഒന്നെന്നുള്ളത് നമസ്കാരത്തിൽ ഇമാമിനെ മുൻകടക്കൽ എന്നുള്ളതാണ്. അല്ലേ, നമ്മളൊന്നും ശ്രദ്ധിക്കുകയില്ല, പക്ഷേ തെറ്റാണത്. ഒരിക്കലും ഇമാമിനെ മാമൂം എന്ത് ചെയ്യാൻ പാടില്ല, നമസ്കാരത്തിൽ മുൻകടക്കാൻ പാടില്ല എന്നുള്ളതാണ്. പൊതുവേ മനുഷ്യനെ കുറിച്ച് അത് എന്താ പറഞ്ഞത്, വക്കാനൽ ഇൻസാൻ അജൂല എന്നാണ്. തീർച്ചയായും മനുഷ്യനേറെ തിടുക്കം കൂട്ടുന്നവനായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല വെച്ചിട്ടാ, ഇമാമിന് മുൻകടക്കാൻ പാടില്ല. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, നമസ്കരിക്കുമ്പോൾ ജമാഅത്തൊക്കെ നമസ്കരിക്കുമ്പോൾ ഇമാമ് കൈ വെക്കുന്നതിൻ്റെ തക്ബീർ കെട്ടുന്നതിന് മുമ്പ് തന്നെ ബാക്കത്തെ മാമൂം എന്ത് ചെയ്യണം, തക്ബീർ കെട്ടിയിട്ടുണ്ടാകും. തെറ്റാണിത്. അതേപോലെ തന്നെ ഇമാമ് റുക്കൂലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആര് പോയിട്ടുണ്ടാകും, മാമൂം പോയിട്ടുണ്ടാകും. തെറ്റാണിത്. അതേപോലെ തന്നെ സലാം വീട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഇമാമ് ഒന്ന് സലാം വീട്ടാൻ തുടങ്ങുന്നതിന് മറ്റാൾക്കാർ സലാം വീട്ട് ബാക്കിൽ ദിക്റ് എല്ലാം തുടങ്ങിയിട്ടുണ്ടാകും. ഇതൊക്കെ തെറ്റാണ്. അങ്ങനൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ, ഈ ധൃതി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് പിശാചിൻ്റെ സ്വഭാവമായിട്ടാണ്. കാരണം അല്ലാഹു റസൂൽ പറയുന്നത് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അനാതു മിനല്ലാഹി വൽ അജ്ലതു മിനശ് ശൈത്താൻ. നിങ്ങൾ മനസ്സിലാക്കുക, ധൃതി എന്നുള്ളത് പിശാചിൽ നിന്നുള്ളതാണ്. അതേപോലെ തന്നെ സാവകാശം, അല്ലേ, സാവകാശം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരിക്കലും ഒരു കർമ്മത്തിന്, ഇപ്പോൾ നമസ്കാരം എന്നല്ല, ഒരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ധൃതി കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമസ്കാരത്തിൽ ഇമാമിനെ കടക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്ന് നല്ല ശ്രദ്ധിക്കുക. കാരണം നമസ്കാരത്തിൽ ഏതൊരു ചലനത്തിൽ ഇമാം തക്ബീർ ചൊല്ലി തീർന്ന ശേഷം ഇമാമിനെ പിന്തുടരണമെന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അല്ലേ, ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന് മുമ്പ് ആരും എന്ത് ചെയ്യാൻ പാടില്ല, ആരും മുന്തിച്ച് പ്രവർത്തിക്കരുത്. പറഞ്ഞു തീർന്നാൽ നമ്മൾ എന്ത് ചെയ്യണ്ട, പിന്തിക്കുകയും വേണ്ട എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നി ഇമാമക്കും, ഞാൻ നിങ്ങളുടെ ഇമാമാണ്, വലാ തസ്ബിഖൂനി, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ എന്നെ മുൻകടക്കാൻ പാടില്ല. എന്തിലൊക്കെ? റുക്കുവിൻ്റെ കാര്യത്തിൽ, വലാ ബി സുജൂദ്, അതുപോലെ തന്നെ സുജൂദിൻ്റെ കാര്യത്തിൽ, വലാ ബിൽ ഖിയാം, അതേപോലെ തന്നെ നൃത്തത്തിലും, വലാ ബിൽ ഇൻസിറാഫി, അതേപോലെ തന്നെ തിരിയുമ്പോഴും അഥവാ സലാം കൂട്ടുമ്പോഴൊക്കെ. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ട്, ഇമാമിനെ മുൻകടക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, ഇമാമ് ചെയ്തതിന് ശേഷം മാത്രം മാമൂകൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടു പോകാത്ത തെറ്റാണ് ഇതൊക്കെ. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷ്മത കാണിക്കണം എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചിട്ട്, നമ്മൾ നിസ്സാരായി കാണുന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടേ, ഇമാമിന് മുമ്പ് തല ഉയർത്തുന്ന പക്ഷം അവൻ്റെ തലയെ കഴുതയുടെ തലയായിട്ട് അള്ളാഹു മാറ്റുകയോ അല്ലെങ്കിൽ അവൻ്റെ ആകെ രൂപത്തിൽ തന്നെ കഴുതയുടെ രൂപത്തിൽ മാറ്റുകയോ ചെയ്തേക്കുമെന്ന് അവൻ ഭയപ്പെടുന്നില്ലേ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് കാണണ്ട, ഗുരുതരമായ ഒരു തെറ്റിലേക്കുള്ള പോക്കാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഒരിക്കലും ഇമാമിന് എന്ത് ചെയ്യാൻ പാടില്ല, മുൻകടക്കാൻ പാടില്ല. ഇതാണ് ഒന്നാമത്തെ തെറ്റ്, അഥവാ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത ഒന്നാമത്തെ തെറ്റ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇനി മുതൽ എന്ത് ചെയ്യണം വെച്ചിട്ടാ, ജമാഅത്തൊക്കെ നമസ്കരിക്കുമ്പോൾ ഇമാം ഒരു ഭാഗത്തേക്ക് എത്തിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം, മാമൂമുകൾ അതിൻ്റെ പിന്നിലേക്ക് വരും. ചുരുക്കി പറഞ്ഞാൽ ഇമാമിനെ പിൻപറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമസ്കാരത്തിലേക്ക് പിൻപറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമാം ഒരു ഭാഗത്തേക്ക് എത്തിയതിന് ശേഷം അതിൻ്റെ പിന്നാലെ ആര്
മാമൂമ് പോകണം എന്നർത്ഥം. ഒരിക്കലും ഈ രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, നമ്മളൊക്കെ തീരെ ശ്രദ്ധിക്കപ്പെടാത്തൊരു തിന്മയാണ് എന്ത്, ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുകയും ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുകയും ചെയ്യുക എന്നുള്ളത്. ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്, ചെയ്യാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞില്ലേ, ഇദാ അകല അഹദുക്കും ഫൽയകുൽ ബിയമീനി, പ്രവാചകൻ പറയുന്നത് നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ വലത്തേ കൈ കൊണ്ട് കുടിക്കണം. വഇദാ ശരിബ ഫൽയശ്റബ് ബിയമീനി, അതേപോലെ തന്നെ നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ വലത്തേ കൈ കൊണ്ട് നിങ്ങൾ കുടിക്കണം. ഫഇന്ന ശൈത്വാന യഅകുലു ബിശിമാലി വയശ്റബു ബിശിമാലി, അതേപോലെ തന്നെ പ്രവാചകൻ പറയുന്നുണ്ട് ഇടത്തേ കൈ കൊണ്ടാണ് പിശാച് കുടിക്കുകയും കഴിക്കുകയും ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം, സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ് പിശാച് എന്ന് പറയുന്നത്. ആ പിശാചിനോട് ഒരു തരത്തിലുള്ള അടുപ്പവും സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് ചെയ്യുക, കുടിക്കുകയാണെങ്കിലും കഴിക്കുകയാണെങ്കിലും വലത്തേ കൈ കൊണ്ട് മാത്രം കുടിക്കുകയും കഴിക്കുകയും ചെയ്യുക. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. നമ്മൾ ചില ആൾക്കാരൊക്കെ കാണുക ഈ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് വെള്ളം കുടിക്കേണ്ടി വരും. ഈ വെള്ളം കുടിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇടത്തേ കൈ കൊണ്ട് കുടിക്കുകയല്ല വേണ്ടത്. ചിലർക്കും ഭയങ്കര ഓവർ വൃത്തിയാണ്, വൃത്തി നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ആ ഗ്ലാസ്സിലേക്ക് പിടിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കൈ ഉറിഞ്ചുക എന്ന് പറയും അല്ലേ. നമ്മൾ കൈവിരലുകൾ ഉറിഞ്ചുക കേട്ടില്ലേ. കൈ ഉറിഞ്ചതിന് ശേഷം വൃത്തിയാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ആ ഗ്ലാസ് എടുത്ത് കുടിക്കുക. അല്ലാതെ നമ്മൾ ആ ഗ്ലാസ്സിൽ എന്തെങ്കിലും ആവുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഇടത്തേ കൈ കൊണ്ട് കുടിക്കരുത്, അത് തെറ്റാണ്. നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കൈവിരലുകൾ ഉറിഞ്ചുക കേട്ടോ. ഉറിഞ്ചതിന് ശേഷം എന്ത് ചെയ്യുക, ആ ഗ്ലാസ് എടുത്ത് കുടിക്കുക. നമ്മളെപ്പോഴും മനസ്സിലാക്കാം, നമ്മൾ എന്താ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞില്ലേ, നിങ്ങളോട് ഞാൻ വിരോധിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വെടിയുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ വിഷയം പറയുന്നത്. ഇപ്പോൾ രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ശ്രദ്ധിക്കാത്ത തെറ്റുകളാണിത്. ഒന്ന് പറഞ്ഞാൽ ഇമാമിന് മുൻകടക്കാതിരിക്കുക, രണ്ട് വന്നിട്ട് കുടിക്കുമ്പോഴും കഴിക്കുമ്പോഴും വലത് കൈ മാത്രം ഉപയോഗിക്കുക. ഒരു തരത്തിലുള്ള സപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, ഇടത്തേ കൈ കൊണ്ട് കൊടുക്കണ്ട എന്നർത്ഥം. അപ്പോൾ ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അത് നമ്മെ അനുഗ്രഹിക്കുമാറാട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.